എന്തെല്ലാം രീതിയിലാണ് നമ്മുടെ സെല്ലുകൾക്ക് കുഴപ്പം വരാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും 5 രീതിയിലുള്ള വേസ്റ്റേജുകളാണ് നമ്മുടെ ശരീരത്തിൽ സെല്ലുകളുടെ ഡിവിഷന് അല്ലെങ്കിൽ എലിമിനേഷന് വേണ്ടിയിട്ട് നമ്മളെ ശരീരത്തിൽ എത്താറുള്ളത്. അപ്പോൾ 5 രീതിയിലുള്ള വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് നമുക്കറിയാം നമ്മുടെ കാറ്റബോളിക് വേസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ അനബോളിസം നടക്കുന്നുണ്ട്, കാറ്റബോളിസം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് നമ്മൾ പറയുന്നത് പോലെ ശരീരത്തിൽ നടക്കുന്ന ക്രിയേറ്റീവ് പ്രോസസ്സും ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സും ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സുകളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിന് വേണ്ട ഭാഗത്തിൻ്റെ ശരീരം സ്വാംശീകരിച്ച് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കാറ്റബോളിസം. അപ്പോൾ ഈ കാറ്റബോളിസത്തിന് ശേഷം വരുന്ന വേസ്റ്റേജ് ആണ് ഒന്നാമതായി സെല്ലുകൾ പുറന്തള്ളേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു വേസ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് എല്ലാം നമ്മുടെ ശരീരവുമായിട്ട് കോൺസ്റ്റന്റ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു ജീവിത രീതിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ പറയുന്ന പലതരം വൈറസുകൾ ഉണ്ടാകും, അതേപോലെയുള്ള ഒരുപാട് ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മളെ ബോഡിയുമായിട്ട് നമ്മളെ ശരീരവുമായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതെല്ലാം വരുമ്പോഴും ഇപ്പോൾ ഏത് തിരുവനന്തപുരത്ത് വീണ്ടും നമ്മുടെ ഏകദിന സെമിനാർ 2025 നവംബർ 27 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സെമിനാർ നടക്കുന്നത്. രോഗങ്ങളെ സ്വയം മാറ്റാനും രോഗങ്ങളില്ലാതെ ജീവിക്കാനും നിത്യ യൗവനത്തിൻ്റെ ആരോഗ്യവും ആനന്ദവും നുകരാനും പ്രകൃതിയുടെ ലളിതമായ രീതികൾ വിശദീകരിക്കുന്നതാണ് നമ്മുടെ സെമിനാർ. എന്നോടൊപ്പം പ്രകൃതി സൈക്കോളജിസ്റ്റായ ഡോക്ടർ MC സൗമ്യയും KV സുഗതനും നിങ്ങളോട് സംസാരിക്കുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, തിരുവനന്തപുരത്ത് തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാല പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള രുചിയേറിയ പ്രകൃതി സദ്യ കൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സീറ്റുകൾ ബുക്ക് ചെയ്യണം. സുഹൃത്തുക്കളോട് കഴിയുന്നത്ര പറയുകയും അവരെ കൂടെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം. ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് തന്നെ വന്നെത്തണം. ധാരാളം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. രോഗങ്ങളില്ലാത്തൊരു സുന്ദര ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ നാടിനുമുണ്ടാവാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. വരണം, ഇപ്പോൾ തന്നെ വിളിക്കണം. 9496044514 9496044527. അപ്പൊ ഇതെല്ലാം വരുമ്പോഴും ഇപ്പോൾ ഏത് വൈറസോ ബാക്ടീരിയോ എന്തോ ആവട്ടെ, ഇതെല്ലാം വരുമ്പോഴും ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വേസ്റ്റേജ് ആണ് അല്ലേ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കേണ്ട ഒരു സാധനമല്ല. അപ്പൊ അതിനെ അതാത് സമയം ഒഴിവാക്കാനുള്ള ഒരു നടപടി നമ്മളെ ശരീരത്തിന് മൊത്തം ഭാഗത്തിൽ നമുക്കുണ്ട്. ഏറ്റവും ഔട്ടർ ലെവലിൽ നോക്കിയാൽ നമ്മളെ സ്കിന്ന് തുടങ്ങിയിട്ട് ഓരോ ലെവലിലും ഈ പറഞ്ഞ ഫോറിൻ പാർട്ടിക്കിൾസിനെ ഒഴിവാക്കാൻ നമ്മുടെ ശരീരത്തിന് ശേഷിയുണ്ട്. ഇപ്പോൾ സ്കിന്നിൽ ഗേറ്റ് വേസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഏറ്റവും പുറത്തുള്ള ഗേറ്റ് കീപ്പേഴ്സ് നമ്മളെ സ്കിൻ ലെവലിലുണ്ട്. അപ്പോൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ ബോഡി വരുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ സ്കിന്ന് തന്നെ ശ്രമിക്കുന്നുണ്ട്. അവിടെ സ്കിന്നിന്റെ പോറിൽ നിന്ന് വരുന്ന, നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും പല സ്രവങ്ങൾ ശരീരം പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിയർപ്പ് പോലെ തന്നെ ഈ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഫോറിൻ പാർട്ടിക്കിൾസിനെ, ഫോറിൻ ബോഡീസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള നിരവധി സംവിധാനങ്ങളുണ്ട്. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫോറിൻ ബോഡീസ് അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ചെറുക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ശരീരത്തിന് അതിനെ ഇല്ലാതാക്കാനുള്ള നടപടികളുണ്ട്. നല്ലൊരു പനി ശരീരം തരുന്ന സമയത്ത് ആ കൂടിയ ടെമ്പറേച്ചറിൽ ഈ വന്നിട്ടുള്ള നമുക്ക് വേണ്ടാത്ത, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഈ ഒരു എനിമിയെ ഇല്ലാതാക്കാൻ ശരീരം ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓരോ പാർട്ടിൽ നോക്കിയാൽ നമുക്ക് ഇത്തരം സ്രവങ്ങൾ കാണാൻ പറ്റും.
ഓരോ ഭാഗത്തിന്റെ സ്ട്രക്ചർ നോക്കിയാലും ഈ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ശ്വസിക്കുമ്പോഴായാലും ഇതേപോലെയുള്ള എന്തെങ്കിലും മൂക്കിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പറഞ്ഞ മൈന്യൂട്ട് ആയിട്ടുള്ള സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഈ സാധനങ്ങളോ മാസ്കിലൂടെ എൻറ്റർ ചെയ്യും. അവിടെയും നമ്മളെ മൂക്കിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ, അത്ര പെട്ടെന്ന് ഉള്ളിലേക്ക് ഒന്നിനും കയറി പറ്റാനാവാത്ത രീതിയിൽ നമ്മളെ മൂക്കിന്റെ സ്ട്രക്ചർ. ഇനി കയറിയാലും അവിടെ നമ്മളെ മൂക്കിലുള്ള ഹെയർസ് ഉണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ. ഇനിയും അതിനെയും ഓവർകം ചെയ്ത് പോയാലും കുറച്ചും കൂടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു വഴുവഴുപ്പുള്ള സ്രവം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് സജ്ജമായിട്ടിരിക്കുന്നതാണ്. കണ്ണിന്റെ ഭാഗത്തേക്ക് പോയാലോ അവിടെയും ഉണ്ട്, കണ്ണിലുള്ള ലിക്വിഡ് ഉണ്ട് ഇതിനെ പുറന്തള്ളാൻ. എന്തെങ്കിലും ഒരു പ്രാണി വന്ന് അപ്പൊ കണ്ണ് നിറയെ വെള്ളം വന്നിട്ട് അതിനെ കളയുന്നില്ലേ, അതേപോലെ കണ്ണിൽ കാണാൻ പറ്റാത്തതിനെയും കണ്ണിലുള്ള സ്രവങ്ങൾക്ക് ഇല്ലാതാക്കാൻ, കൊന്നുകളയാൻ സാധിക്കും. ഇനി ചെവിയുടെ ഭാഗത്തേക്ക് പോയാലോ, ചെവിയുടെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ. അത്ര പെട്ടെന്ന് ഒന്നിനും ഉള്ളിൽ കയറാനാവാത്ത രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ചെവിക്കും ഉള്ളത്. കയറിക്കഴിഞ്ഞാലോ അവിടെയും ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡുകളും സ്രവങ്ങളും ഒക്കെ. ഇത് ശരീരത്തിന്റെ ഓരോ ഭാഗം നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് ഈ പ്രത്യേകത കാണാൻ സാധിക്കും. ഇതിനെയെല്ലാം കവച്ചു വെച്ച് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ശരീരം ഹൈപ്പോതലാമസ് അതിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടി നല്ല ചൂട് വരുത്തി ഈ വന്നിട്ടുള്ള എനിമീനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്യുന്ന ശരീരത്തിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെൻസിങ് പ്രോസസ് ആയിട്ടുള്ള പനി നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ഏത് വൈറൽ ഡിസീസ് എടുത്തു നോക്കിയാലും, കൊറോണ ആയിക്കോട്ടെ, ഏത് ചിക്കൻഗുനിയ, ഏത് വൈറൽ എടുത്തു നോക്കിയാലും നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ ആ പനിയെയാണ് ആ രോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ പറഞ്ഞ അൺവാണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത എനിമി നമ്മുടെ ശരീരത്തിൽ എൻറ്റർ ചെയ്തപ്പോൾ ശരീരത്തിന് ചെയ്യാവുന്ന അതിൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ് ഈ ടെമ്പറേച്ചർ കൂട്ടി അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് പലപ്പോഴും നമ്മൾ രോഗമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. നമ്മൾ ആ പനിയെ അങ്ങോട്ട് അടിച്ചമർത്താൻ വേണ്ടി ചിലപ്പോൾ മരുന്ന് കഴിച്ച് അതിനെ സപ്രസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികളിലൂടെ നമ്മൾ നോക്കും. അപ്പം ഈ മരുന്നുകളെല്ലാം ചെന്നിട്ട് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? പനി മരുന്നുകൾ ആക്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഹൈപ്പോതലാമസിനെയാണ്. ഹൈപ്പോതലാമസ് കൂട്ടിവെച്ചിട്ടുള്ള ടെമ്പറേച്ചറിനെ സപ്രസ് ചെയ്യാണ് പനി മരുന്നുകൾ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ തെർമോ റെഗുലേറ്ററി സിസ്റ്റമാണ് ഹൈപ്പോതലാമസ്. അപ്പൊ ഹൈപ്പോതലാമസ് ആ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമായി വന്നതുകൊണ്ട് കൂട്ടിയിട്ടുള്ള ചൂടിനെ സപ്രസ് ചെയ്യുന്നിടത്ത് ഈ വൈറസ് ഇല്ലാതാവുന്നില്ല. ആ ടെമ്പറേച്ചർ അതിന് ആവശ്യമായിട്ടുള്ള അത്രയും സമയം, എത്ര ടെമ്പറേച്ചറിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നു ആ ഒരു സമയം വരെയാണ് ആ ടെമ്പറേച്ചറിന്റെ നിലനിൽപ്പുണ്ടായിരുന്നത്. നമ്മൾ അതിനു മുന്നേ അതിനെ സപ്രസ് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണോ ഹൈപ്പോതലാമസ് ടെമ്പറേച്ചർ കൂട്ടിയത് ആ കാരണം ഇല്ലാതാവുകയും എന്തെല്ലാം തകരാറുകൾ ഈ ഫോറിൻ ബോഡീസ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് എനിമി വന്നിട്ട് ചെയ്യാവോ അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അവിടെ എഗെയിൻ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ വാഹകരായി നിൽക്കുന്ന മറ്റ് സെല്ലുകളുണ്ട്, അതിനുവേണ്ടി മാത്രമുള്ള സെല്ലുകളുണ്ട്. ടി സെല്ലുകളൊക്കെ പോലെ ഈ ക്യാൻസറിനെ വരെ, ക്യാൻസർ കോശങ്ങളെ വരെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ടി സെല്ലുകൾ പോലെ നിരവധി പ്രതിരോധ സെല്ലുകളുണ്ട്. ഈ സെല്ലുകളും അവിടെ ആക്റ്റീവ് ആവുന്നുണ്ട്. ടെമ്പറേച്ചറിലും പറ്റാത്ത, അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ നമ്മൾ സപ്രസ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ഘട്ടത്തിൽ ഈ സെല്ലുകൾ ആക്റ്റീവായിട്ടും ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ഇമ്മ്യൂണിറ്റി നമ്മളെ ശരീരത്തിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നിടത്താണ് ഇതെല്ലാം ഭംഗിയായിട്ട് ശരീരത്തിൽ സാധിക്കുന്നത്. അപ്പം അവിടെ ശരീരത്തിൻ്റെ ഇത്തരം സെല്ലുകൾക്ക് പ്രശ്നം വരുന്നത് എവിടെയാണ്? ഈ സെല്ലുകളൊക്കെ പോലെയുള്ള സെല്ലുകൾക്ക് ഒരു നാശം സംഭവിക്കുന്നത് എപ്പോഴും ശരീരത്തിൽ അമിതമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന കോർട്ടിസോളൊക്കെ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകളുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം, സങ്കടം, പിരിമുറുക്കം, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ കൂടുതൽ കോർട്ടിസോൾ പ്രൊഡക്ഷൻ ശരീരത്തിൽ വരികയും ഈ കോർട്ടിസോൾ പ്രൊഡക്ഷൻ വഴി ശരീരത്തിൻ്റെ ഇത്തരം സെല്ലുകൾക്ക് ഡാമേജ് വരികയും ചെയ്യുന്നിടത്താണ് ഇതെല്ലാം നമുക്ക് കുഴപ്പമായിട്ട് മാറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെല്ലുകളിൽ വരുന്ന വേസ്റ്റേജിനെ പറ്റിയിട്ടാണ് അല്ലേ? കാറ്റബോളിക് വേസ്റ്റ് പറഞ്ഞു,
അതുപോലെ ശരീരത്തിന് ആവശ്യമല്ലാത്ത എനിമി ഫോറിൻ ബോഡീസ്, എനിമി ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന അതും ഒരു വേസ്റ്റേജ് ആണ്, നമുക്ക് ആവശ്യമില്ല, പുറന്തള്ളണം. പിന്നെ വരുന്ന വേസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ അൺഅസിമുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ആവശ്യത്തിന് ദഹനം വരുത്താനോ അസിമുലേറ്റ് ചെയ്യാൻ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ സ്വാംശീകരിക്കാൻ പറ്റാത്ത രീതിയിലെല്ലാം വരുന്ന ഇതിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റേജ്, ഇതും ശരീരത്തിൽ നിന്ന് പോവേണ്ടതാണ്. പിന്നീട് വരുന്നത് ഫോറിൻ പാർട്ടിക്കിൾസ്, ലൈവ് ആയിരിക്കില്ല, അല്ലാതെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ശരീരത്തിൽ എത്തിപ്പെട്ടേക്കാവുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് എന്തെങ്കിലും വന്നാലുള്ള വേസ്റ്റേജ്. പിന്നെ വരുന്നതാണ് മെഡിസിനൽ വേസ്റ്റ്. ഇപ്പോൾ ആക്ച്വലി അത് ലാസ്റ്റിൽ വരുന്ന ഏറ്റവും കുറവായിട്ട് ഉണ്ടാവുമായിരുന്ന വേസ്റ്റേജ് ആണ് ഈ പറഞ്ഞ മെഡിസിനൽ വേസ്റ്റ്. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെയുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വേസ്റ്റേജ് ആയിരിക്കാം മെഡിസിനൽ വേസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റേജ്. ഇത്രയും വേസ്റ്റേജ് ആണ് നമ്മുടെ സെല്ലുകൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ടത്. സെല്ലുകൾ ഈ ഒരു ജോലി പെർഫെക്റ്റ് ആയിട്ട് സെല്ലുകൾക്ക് ചെയ്യണമെങ്കിൽ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സെല്ലിൻ്റെ പ്രോപ്പറായിട്ടുള്ള റെസ്പിറേഷൻ നടക്കുക എന്നുള്ളത്. സെൽ റെസ്പിറേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നന്നായി സർക്കുലേഷൻ നടക്കണം. അത് ആരോഗ്യത്തിൻ്റെ, നമ്മൾ ആദ്യം പറഞ്ഞ എലിമിനേഷൻ പോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് സർക്കുലേഷൻ, സെല്ലുകളിൽ നടക്കേണ്ടിയിരിക്കുന്ന സർക്കുലേഷൻ. അപ്പം സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ സോളിഡ് സർക്കുലേഷൻ നടക്കണം, ലിക്വിഡ് സർക്കുലേഷൻ നടക്കണം, ഗ്യാസസിൻ്റെ സർക്കുലേഷനും നടക്കണം. സോളിഡ് സർക്കുലേഷൻ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ കഴിക്കുന്ന സോളിഡ് ഫുഡ് ലിക്വിഡിൻ്റെ രീതിയിലാണ് സർക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഫുഡിൻ്റെ മാത്രമല്ല, ഫുഡിൻ്റെ സർക്കുലേഷനിൽ വരണ വീഴ്ചയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വേസ്റ്റേജിലേക്ക് വരുന്നത്. ബാക്കി വരണ അൺഅസിമുലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിൽ നിന്നൊക്കെ ഉള്ളത്. ലിക്വിഡ് സർക്കുലേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെല്ലുകളിൽ വരുമ്പോൾ ബ്ലഡിൻ്റെ സർക്കുലേഷൻ. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസും എല്ലാം ബ്ലഡിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ബ്ലഡിൽ നിന്നാണ് പിന്നെ അത് സെല്ലുകളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുക എന്നത് എടുത്താണ് സെൽ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഓക്സിജൻ സർക്കുലേഷൻ, ഓക്സിജൻ ബ്ലഡിൻ്റെ കൂടെയാണ് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പം എത്ര ഭംഗിയായിട്ട് നമ്മുടെ ശരീരത്തിൽ എയർ സർക്കുലേഷൻ നടക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് ലിക്വിഡ് സർക്കുലേഷനും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. എയർ സർക്കുലേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യണം, നൈട്രജൻ സർക്കുലേറ്റ് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡ് സർക്കുലേറ്റ് ചെയ്യണം, പുറത്തേക്ക് പോകേണ്ടതും ഉള്ളിൽ നിലനിർത്തേണ്ടതും ഒക്കെ ആയിട്ടുള്ള നിരവധി ഗ്യാസ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പം എങ്ങനെ ഗ്യാസ് സർക്കുലേഷൻ ഏറ്റവും ഭംഗിയായി നടക്കും എന്ന് ചോദിക്കുന്നിടത്താണ് നമുക്ക് എത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്ത് ശരീരത്തിൽ മൊത്തം അതിനെ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നോക്കേണ്ടത്. നമ്മുടെ ഒരു കുഞ്ഞു ശ്വാസത്തിൽ നമ്മളെ ലങ്സ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ എടുക്കുന്നുണ്ടോ? നമ്മൾ ചെറുതായിട്ടൊരു ശ്വാസം എടുക്കുന്നു, ലങ്സിൻ്റെ കുറച്ച് ഭാഗം ഓക്സിജൻ എത്തുന്നു, പുറത്തേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു ബ്രീത്തിങ്ങിൽ സംഭവിക്കുന്നത്. അവിടെ നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ദീർഘമായിട്ട് ശ്വാസം എടുക്കുന്നു. എത്രത്തോളം ശ്വാസത്തെ നമുക്ക് കീപ്പ് ചെയ്യാവോ അത്രത്തോളം ശ്വാസത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. കുറച്ചു നേരം നമ്മളത് ഹോൾഡ് ചെയ്യണു, സാവധാനത്തിൽ നമ്മളതിനെ റിലീസ് ചെയ്യുന്നു. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെൽ സർക്കുലേഷൻ ഏറ്റവും ഭംഗിയായി ശരീരത്തിൽ നടത്താൻ ശരീരത്തിന് സാധിക്കുന്നുണ്ട്.